പുളിയോദര അല്ലെങ്കിൽ ടാമറിൻഡ് റൈസ് അല്ലെങ്കിൽ പുളിയൻ ചാദം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പേസ്റ്റ് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ആ ചോറ് നമ്മൾ തയ്യാറാക്കി ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കൂടുതൽ കേടാകാതിരിക്കുകയും ചെയ്യും. ഈ പേസ്റ്റ് തയ്യാറാക്കി നമുക്ക് ഫ്രീസറിൽ ഏകദേശം 1 വർഷത്തോളം സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇന്ന് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതിന് ആദ്യം ഒരു മസാലപ്പൊടി തയ്യാറാക്കാം. അതിന് ആദ്യം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു 15 ചുമന്ന മുളക് ചേർക്കുക. കൂടെ കാശ്മീരി ചില്ലിയും ചേർക്കുക. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ പൊടി എണ്ണയിൽ പിന്നീട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൂടെ മല്ലിയും കൂടെ ചേർക്കുക. 3ഉം കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് ചുമക്കണം. കുരുമുളകും ഈ സമയത്ത് ചേർക്കാം. നന്ന് ചുവന്ന് കിട്ടുമ്പം മാത്രം നമ്മൾ അതിലേക്ക് ഉലുവയും വെള്ള എള്ളും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പം അതിലേക്ക് കായപ്പൊടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് തണുപ്പിച്ച് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ്. നല്ലെണ്ണയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. 1 ടീസ്പൂൺ കടുകും ചുമന്ന മുളക് 4-5 എണ്ണം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കപ്പലണ്ടിയും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർക്കുക. കപ്പലണ്ടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പരിപ്പുകൾ ചേർത്താൽ മതി. ഇതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാം നല്ല ചുമക്ക പറന്ന് കിട്ടുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണും കൂടെ കായപ്പൊടി ചേർക്കുക. കാശ്മീരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഈ സമയത്ത് ഞാൻ പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടെ കരിവേപ്പിലയും ചേർക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി കരിവേപ്പിലയിലുള്ള വെള്ളമയം മാറിയതിന് ശേഷം പൊടിച്ചു വച്ചിരിക്കുന്ന പൊടി ചേർക്കാം. നമുക്ക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിക്കുക. പുളി എന്ന് പറയുമ്പോൾ ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2 മുതൽ 3 കപ്പ് വരെ വെള്ളം ചേർത്ത് അതിലുള്ള സത്ത് മുഴുവൻ പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ 3 കപ്പ് വെള്ളത്തിലാണ് ഞാനിപ്പം പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. നല്ലോണം കട്ടയില്ലാണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്വാദിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക. കൂടെ അതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ ശർക്കരയും ചേർക്കുക. ഇത് ആദ്യം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മീഡിയം തീയിലും ചെറിയ തീയിലും വെച്ച് വേണം എണ്ണ തെളിയുന്നിടം വരെ അത് വറ്റിച്ചെടുക്കാനായിട്ട്. വലിയ തീയിൽ വെച്ച് തന്നെ അത് നമ്മൾ വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് പരുവം കിട്ടത്തില്ല. എളുപ്പം കട്ടിയാവുകയും ചെയ്യും, പക്ഷേ അത് ഈട് നിൽക്കത്തില്ല. ഇതുപോലെ അലുവയുടെ പദത്തിൽ ഇതുപോലെ നന്നായിട്ട് വരണ്ട് വരണം. ഇതൊന്നും കൂടെ വരട്ടിയെടുക്കുക. അപ്പോൾ ഏകദേശം എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, എങ്കിലും ചാറ് കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ നല്ല നമ്മൾ ആപ്പിയിൽ കോരി ഒഴിക്കുന്ന സമയത്ത് അലുവ പോലെ ഇതുപോലെ വീഴുന്ന ആ പരുവം വരെ ചെറിയ തീയിലിട്ട് കുറുക്കിയെടുക്കുക. ഇതിന് തണുത്ത് കഴിയുമ്പം അതൊന്നും കൂടെ കട്ടിയായി കിട്ടും. ഇപ്പം തണുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് തണുത്തിട്ടില്ല. ഒന്ന് തണുത്ത് വരുമ്പം തന്നെ അത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബോക്സിലാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്കിത് ചോറ് തയ്യാറാക്കുമ്പം എടുത്താൽ മതി. ഇതുപോലെ കറക്റ്റ് അലുവ പദത്തിൽ ആവുന്നവരെ തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ നമുക്ക് പേസ്റ്റ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടാമറിൻഡ് റൈസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ പുളിയോദര എന്ന് പറയാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതേ പേസ്റ്റ് കൊണ്ട് എങ്ങനെയാണ് ചോറ് തയ്യാറാക്കുന്നതെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.